ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എൻ്റെ കണ്ണ് കരഞ്ഞതുപോലെ എന്തോന്ന് ഇരിക്കുന്നേ. അപ്പോൾ രാത്രിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി അരിഞ്ഞതാ. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഈ ജനലൂടൊക്കെ അടച്ചപ്പോഴത്തേനാ അത് മുറിക്കകത്ത് തന്നെ അങ്ങ് തങ്ങി നിൽക്കുന്നത്. പച്ചുള്ളിയാണ് കിട്ടിയത്. വില അന്യായ വില. പക്ഷേ പുറമേ കാണാൻ കുഴപ്പമില്ലെങ്കിലും അത് അകത്ത് ഇത്തിരി ലെയർ വരുമല്ലോ ഇങ്ങനെ, അത് ഇത്തിരി അഴുകിയതുപോലൊക്കെ ഉണ്ട്. നല്ല ഉള്ളിയല്ല, ഉണങ്ങിയ ഉള്ളിയല്ല. അതുകൊണ്ടാണ് ഇത്രയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്നൊരു ഷോട്ട്, ഞാൻ നേരത്തെ ഒരു തേങ്ങ അരച്ച അയല മീൻകറി ഇട്ടായിരുന്നു. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ചു കൂട്ടി പോണ്ടേ. അപ്പം ഞാൻ അതിൽ പുളി ചേർത്തു. എന്നാലും 2 കമൻസ് വന്നയ്യോ പുളി ചേർത്തില്ലേന്ന്. അപ്പം ഞാൻ ഒരു കമൻസിന് റിപ്ലൈ കൊടുത്തു. പക്ഷെ പുളി അതിൽ കിടക്കുന്ന കാണാം, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ആ കമൻറ്റ് വന്നെ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. നന്നായിട്ട് അത് കയറുകയും ചെയ്തായിരുന്നു. പിന്നെ ഇല്ല വെപ്രാളമല്ലേ മനുഷ്യർക്കെല്ലാം കുഴപ്പം. പിന്നെ ചിന്തിച്ചത് അവിടെ ടെസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതിയായിരുന്നു പറയുന്ന സമയത്തെ പുളി ചേർത്തിട്ടുണ്ടെന്ന്. അത് ഞാൻ ഓർക്കാതെ അങ്ങ് ഡിലീറ്റ് ചെയ്ത്. ഇപ്പം വീണ്ടും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചപ്പാത്തിക്കുള്ള ഒരു നല്ലൊരു കറിയുണ്ട്. പിന്നെ പോൾമോൻ്റെ പോൾമോൻ്റെ ഇതെന്ന് വീഡിയോ എന്ന് പറയുന്നത്, അങ്ങ് ഇന്ന് ഡിമാർട്ടിൽ പോയിട്ട് അവന് ഇഷ്ടമുള്ള കുറേ നൂഡിൽസും അതും ഇതൊക്കെ അവൻ പറഞ്ഞില്ലേ, ഞാനിത് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചതാ, എനിക്ക് ഇത് കിട്ടി, ഇതിനി കഴിക്കാനുള്ള ഇതിലിരിക്കുവാന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ തൊട്ടേ അത് ഉണ്ടാക്കട്ടെ ഞാൻ പറഞ്ഞ് വൈകിട്ടെന്താ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ വൈകിട്ട് കയറിയ സമയത്ത് ആശാൻ തന്നെ ഒത്തിരി സമയം എടുത്തവൻ. പിന്നെ എന്നെ വന്ന് വിളിച്ച് കഴിഞ്ഞുണ്ടേ. അപ്പോൾ ആ ചീനച്ചട്ടിയൊക്കെ എടുത്തത് ഞാൻ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയാണ് എടുത്ത് ആശാൻ യൂസ് ചെയ്തത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അവനും അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വില കൂടുതലായിരുന്നു. എന്നിട്ട് അവൻ്റെയും എൻ്റെയും വീഡിയോ ഉണ്ടെന്ന് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കറി കണ്ണങ്ങ് എരിയുന്നങ്ങ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലേ. 2 ദിവസത്തെ വീഡിയോയുടെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അതിനും റിപ്ലൈ ഇടണം. ഓൾമോൻ്റെ ഈ നൂഡിൽസിൻ്റെ വീഡിയോ അന്നവൻ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന അന്നുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നലത്തേത് തന്നെ എത്ര 22-23 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഈ കുക്കിംഗ് കൂടെ ഇട്ടാൽ കുറേ ഒത്തിരി ലെങ്താവും. പിന്നെ ആൾക്കാർക്ക് കാണാനും ഒരു താല്പര്യം കാണത്തില്ല. പിന്നെ എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകും. അതുകൊണ്ട് ഞാൻ അവൻ്റേത് മാറ്റി വെച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഞാനൊരു ചപ്പാത്തിക്കുള്ളൊരു നല്ലൊരു കറിയും കാണിക്കുന്നുണ്ട്. അവൻ്റെ നൂഡിൽസിൻ്റെ ഇത് ചപ്പാത്തിക്ക്, അപ്പത്തിന്, ചോറിന് എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 സവാള ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാമേ. അത് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. സവാളയൊക്കെ ഇച്ചിരി ഒന്ന് വഴന്ന് വന്നുണ്ടേ ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇപ്പം കാശ്മീരി അല്ലാതെ എരിവൻ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒന്നും ചേർക്കരുത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാമേ. മസാലയൊക്കെ മൂത്ത് വന്നോണ്ടേ ഞാനിതിലേക്ക് ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ അതിങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു വലിയ 2 ഉരുളൻകിഴങ്ങും അതുപോലെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി
വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒത്തിരി അങ്ങ് ചാറാക്കണ്ട കേട്ടോ. ഈ ചിക്കനും ഈ ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മസാലയായിട്ട് ചേർന്ന് അതൊന്ന് വെന്ത് വരട്ടെ. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു കൊടുക്കാം. അപ്പോൾ ബോൺലെസ് ആകുമ്പം നമ്മളുടെ ഈ എല്ലോട് കൂടിയ ചിക്കൻ്റെ അത്രയൊന്നും വേവ് വരത്തില്ല, കുറച്ച് വേവ് മതി. അപ്പോൾ ഉരുളൻകിഴങ്ങും അതിൻ്റെ അകത്ത് കിടന്നങ്ങ് വെന്ത് അതിൻ്റെ അകത്തോട്ട് യോജിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഞാനത് അടച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഇപ്പം ഇത്തിരി ഞാൻ എടുത്ത് നോക്കിയാണേ ഉരുളൻകിഴങ്ങും വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ബോൺലെസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് വേവ് വന്നു. അപ്പം ഞാനിതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും തണുക്കുമ്പോൾ ഇത് കുറേയും കൂടെ അങ്ങ് കുറുവേ. ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ആ ഉരുളൻകിഴങ്ങും ചിക്കനൂടൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു വേറൊരു കൂട്ടാനും വേണ്ടി വരത്തില്ല. എനിക്ക് സാധാരണ ചിക്കൻ കറി അങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനിപ്പം ഉരുളൻകിഴങ്ങും ഇതുകൂടൊക്കെ ഇട്ട് ഇങ്ങനെ ബോൺലെസ് ഇങ്ങനെ കൂട്ടാനെടുത്തിട്ട് അധികം ചാറാക്കാതെ ഇങ്ങനെ തണുക്കുമ്പോൾ കുറേ കൂടെ അങ്ങ് കുറുവല്ലേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ കടുക് വറക്കണമെങ്കിൽ കടുക് കൂടെ വറക്കാം. അപ്പം കുറേയും കൂടെ ഒരു ആ കടുകിൻ്റെ ഒക്കെ ടേസ്റ്റ്, നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലേ. ഞാൻ കടുകൊന്നും വറത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ പോൾമോൻ്റെ കുക്കിംഗ് കാണാം. എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. ഇന്ന് ഞാൻ വൈകിട്ട് കൊറിയൻ റാമൻ ഞാൻ പറഞ്ഞില്ല വാങ്ങിച്ച് നോർഡ് കൊറിയൻ റാമൻ സ്പൈസി ജജൻമെങ് ഫ്ലേവർ. അത് ഞങ്ങൾ ഇന്ന് വൈകിട്ട് കഴിക്കാൻ പോവാം. പ്രൈസാണും ഞാനും. ഇത് ഞങ്ങൾ തുറന്ന് നോക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്ത് നിങ്ങൾക്ക് 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു വെജീസ് ചെയ്തിട്ട് പിന്നെ ജജൻമെങ് സീസണിങ്. ഇതിനകത്ത് പൗഡറാണ്. ഇതിനകത്ത് വെജീസൊക്കെ ഉണ്ട്. ഇതും അങ്ങനെ സെയിം ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പുറകിലോട്ട് കണ്ടിട്ട് നോക്കാം. ഇനി ഞങ്ങൾ ഫ്ലെയിമിൻ്റെ അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പുറകിൽ എഴുതിയത് 3 cups ഇടണം. ഞാൻ 2 എടുത്തയാ, അതുകൊണ്ട് ഞാൻ 6 cups ഇടാൻ പോവാ. അത്രയും വേണോ വേണ്ടി എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുക. പിന്നെയും ഞാൻ അത്രയും ഇടുന്നില്ല, ഞാൻ 4 കപ്പാണ് ഇടുന്നത്. ഇതിനകത്ത് സ്പേസും ഇല്ല, അത്രയും വലിയ കപ്പും വലിയ ഇതുമല്ല, അതുകൊണ്ട് ഞാൻ അത്രയും ഇടുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കാം. ഇതിൻ്റെ വെജീസ്, ഇതിനകത്ത് സ്പ്രിംഗ് ഓനിയൻ ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒത്തിരി ഒക്കെ ഉണ്ട്. അത് പിന്നെ നോക്കാം. ഡീഹൈഡ്രേറ്റഡ് ഒത്തിരി സ്പ്രിംഗ് ഓനിയൻ ക്യാരറ്റ് അത്രയും ഉള്ളു. ഇത് വൈറ്റ് ഒക്കെ ജിഞ്ചർ അല്ലെങ്കിൽ വേറെ വല്ലതും ഇതൊക്കെ എന്തോ എനിക്കറിയത്തില്ല.
ഇത് ജിഞ്ചർ ആയിരിക്കും. വേറെ പാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഈ നെയ്യ് ഉണ്ടാക്കുന്ന പാത്രം ഇന്നലെ നെയ്യ് എടുത്ത് അത് ഏതാ മുകളിൽ ഇരുന്നേന്ന് വെച്ചാൽ അവൻ അതങ്ങെടുത്തു. ഇത് ഞാൻ അങ്ങനെ കുക്കിങ്ങിന് പപ്പടം പൊള്ളിക്കാൻ എടുക്കും, നെയ്യ് ഉരുക്കാനൊക്കെ എടുക്കും, അങ്ങനെ എടുക്കത്തുള്ളൂ. പക്ഷേ ഇത് സാധനം നല്ല പാത്രമാണ്. അവന് കൂടുതലും അവൻ്റെ മാഗി ഉണ്ടാക്കാൻ ഇതാണ് എടുക്കുന്നത്. ഇതും പിന്നെ ഒരു കൈപ്പിടിയുള്ളൊരു പാനുണ്ട്, അതുമാണ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ 4 മണി എണ്ണയ്ക്ക് ഒന്ന് കയറിപ്പോയടനെ ആ സമയത്തുള്ള പരിപാടിയാണ് ഇത്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പ്രൈസിനോട് ചേട്ടനും അനിയനോടങ്ങ് മാഗിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ചേട്ടൻ അനിയനോടങ്ങ് വെക്കും. എന്നിട്ട് പിന്നെ ടേസ്റ്റ് നോക്കാൻ എന്നെയും വിളിച്ചു, എനിക്കും തന്നു കേട്ടോ. അപ്പച്ചനും കൊടുത്ത്, അവർക്ക് രണ്ടുപേരെന്നും പറഞ്ഞെങ്കിലും ഞങ്ങൾക്കും തന്നു. ഇത് ഇച്ചിരി തിളച്ച് വന്നിട്ട് ഞങ്ങൾ ഈ നൂഡിൽസ് ഇടാം. ഇത് ഇപ്പം ഇച്ചിരി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങളുടെ ഈ നൂഡിൽസ് ഇടാം. ഇവനും പ്രൈസനും നൂഡിൽസ് ഒത്തിരി പൊടിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ പൊടിച്ച് ഇടുന്ന ഇഷ്ടം. ഇവർക്ക് ഇങ്ങനെ മുഴുവനെ ഉറിഞ്ചി തിന്നാനാണ് ഇഷ്ടം. ഇത് ഇതിനകത്ത് കടക്കട്ടെ. ആ ബാക്കിൽ പറഞ്ഞായിരുന്നു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. നോക്കാം 5 മിനിറ്റ് കൂടുതൽ എടുക്കുമോ അല്ലേ 5 മിനിറ്റിൻ്റെ അകത്ത് ആവും. ഇത് ഞങ്ങളിപ്പം ഇത് 5 മിനിറ്റ് കുക്കാക്കാൻ വെക്കാം. നിങ്ങൾ കാണാം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ജജങ്മെങ് മസാല ഇടാം. ഇത് കിട്ടി നോക്കണം. ഇത്തിരി സോഫ്റ്റായി ഇത്. അതറിയത്തില്ല എന്തോ, പിന്നെ പറയാം, കഴിച്ചിട്ട് പറയാം. ഇത് രണ്ടും ഞങ്ങൾ ഇതിനകത്ത് ഇടാം. ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി സ്ലോ ആയിട്ട്. ഞാനൊരു അരമണിക്കൂർ ആയപ്പോഴത്തേനും പിന്നെ എണീറ്റ് വന്നു. അപ്പോൾ ഇവിടെ ആൾ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് വന്നതാണ്. അപ്പോൾ അവൻ്റെയും കഴിയട്ടെന്ന് ചിന്തിച്ച്. അവൻ വലിയ കുക്കിംഗ് മേളയായിരുന്നു അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കഴിച്ചിട്ട് നോക്കാം. ഇച്ചിരി ഇതിനകത്ത് പഞ്ചസാര ഉണ്ട്. ക്ലാസ് 7 o'clock. ഇപ്പം ഞങ്ങൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൻ്റെ കളർ മാറും നോക്കണേ. നല്ല എന്തോ കളർ എങ്ങനെ മാറുന്നേ. हाँ 60 रुपीज़ लेकिन डीमार्ट में वो मिल रहा था डिस्काउंट में 39 रुपीज़ या 35 रुपीज़ में मिला. ഇത് നല്ലതായിട്ട് മിക്സ് ആവുന്നില്ല. അത് ലംപ്പൊക്കെ അവിടെ അകത്ത് ലംപ്പൊക്കെ ആയിട്ട് ബോക്സ് പോലെ തിക്കാവും അവിടെ. ഇത് 2 സ്പൂൺ എടുക്കണം. അവൻ ആ കളറ് ചേഞ്ച് ആവുന്നത് കാണാൻ വേണ്ടിയാണ് അവൻ കൂടുതലും ഇത്. ഇവന്മാർ രണ്ടും ഇടയ്ക്ക് അസ്മാർ ഈ കൊറിയക്കാരുടെയൊക്കെ ഈ ചാനൽ കാണും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണുന്നയാ ഇത്. ആ കളർ ചേഞ്ച്, ആ സോസിൻ്റെ കളറാണ് അവന് കാണണ്ടിയ. കണ്ടോ എന്തോ കളർ ചേഞ്ച് ആയി.
ഞാൻ നിൽക്കണ അവൻ 2 സ്പൂണും കൊണ്ട് ഇങ്ങനെ പൊക്കി, അത് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു മോനെ ഇത് തമാശയല്ല. പിന്നെ ഞാൻ വന്ന് 2 എണ്ണം കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. അതിപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി. ഇതിപ്പം നന്നായി മിക്സ് ആവുന്നില്ലായിരുന്നു. ഇതാ സംഭവം. ഇപ്പം ഇത് വിളമ്പി ഞങ്ങൾ നിങ്ങൾക്ക് കാണിപ്പിക്കാം. ഇതാ സംഭവം. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ട് നിങ്ങൾക്ക് പറയാം എങ്ങനെയുണ്ട്. ഇതിൻ്റെ സ്മെൽ എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്മെല്ല് ഇഷ്ടപ്പെട്ടു, പക്ഷേ ടേസ്റ്റ് കൊള്ളത്തില്ല. ആണോ? മമ്മിക്ക് ഇവിടെ വെച്ച് കഴിച്ചായിരുന്നു. മമ്മി പറഞ്ഞു മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോക്കാം. ഓക്കെ. പക്ഷേ ഇതിനകത്ത് ഇഞ്ചിയുടെ ഫ്ലേവർ ഒത്തിരി ഉണ്ട്, ഇച്ചിരി കയ്പുണ്ട്, സിനമൺ സ്റ്റിക്കിന്റെ ഒരു ടേസ്റ്റ് വരുന്നതാണോ? അത് ഷുഗർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് ടേസ്റ്റ് മേക്കർ ഞാൻ ഒന്ന് രുചിച്ച് നോക്കിയായിരുന്നു. അതിനകത്ത് പഞ്ചസാര ഉണ്ടാകും. അതുകൊണ്ട് സ്റ്റക്കാണോ നീ പറയുന്നത്? ശരിയാവുമോ? സ്റ്റക്കോ ഇത് ഓക്കെയാ. നിങ്ങൾ ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കി പറ. ഫ്രൈസിന് ഇഷ്ടമായി, പക്ഷേ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു കയ്പുണ്ടെന്ന് പറഞ്ഞത് പോള് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.